നമസ്കാരം. യു.എസ് മാർക്കറ്റുകളെല്ലാം ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. ഡൗ ജോൺസ് 0.45%, എസ് ആൻഡ് പി 500 0.13%, നാസ്ഡാക്ക് 0.03% പ്ലസ് ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. അമേരിക്കയിലെ ജോബ് ഓപ്പണിംഗ് ഡേറ്റ വന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടാണ് വന്നത്. അമേരിക്കയിൽ വരുന്ന റിസൾട്ടുകളെല്ലാം അത്യാവശ്യം പോസിറ്റീവ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. ഇന്നലെ ചില IT കമ്പനികളുടെ ടാർഗറ്റ് ചില റേറ്റിംഗ് ഏജൻസികൾ, സിറ്റി ബാങ്ക് പോലുള്ള ചില റേറ്റിംഗ് ഏജൻസികൾ കട്ട് ചെയ്തിരുന്നു. അതേ തുടർന്ന് IT സ്റ്റോക്കുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടിരുന്നു. നാസ്ഡാക്ക് അതാണ് വളരെ ഫ്ലാറ്റ് ആയിട്ട് ക്ലോസ് ചെയ്യാനുണ്ടായ പ്രധാനപ്പെട്ട കാരണം. ഈ ഇസ്രായേലിന്റെ ഇസ്രായേലും ലെബനനും തമ്മിലുള്ള യുദ്ധത്തിൽ ട്രംപ് വളരെ സ്ട്രോങ് ആയിട്ട് ഇടപെട്ടു. ബെയ്റൂട്ടിലേക്കുള്ള മിലിറ്ററി മാർച്ച് ഏതാണ്ട് തടഞ്ഞു എന്ന തരത്തിലുള്ള ഒരു വാർത്ത വന്നിരുന്നു. ഏതാണ്ട് ഇന്നലെ ഉച്ചയോടുകൂടിയാണ് വന്നത്. ഇന്ത്യൻ മാർക്കറ്റും അത് തിരിച്ചു കയറാൻ സഹായമായിട്ടുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിൽ ഇന്നലെ IT കമ്പനികൾ മാത്രമാണ് ഇന്നലെ സ്ട്രോങ് ആയിട്ട് പെർഫോം ചെയ്തത്. ബാക്കി എല്ലാ സെക്ടറുകളിലും അല്പം വീക്ക്നെസ് കണ്ടിരുന്നു. ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് നല്ല രീതിയിൽ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട്. ഇറാൻ ഈ ഡീലിന് എന്തെങ്കിലും തടസ്സമുണ്ടെന്ന് കേൾക്കുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് വീണ്ടും കയറുകയും അതല്ലാതെ ഒരു വാർത്ത വരുമ്പോൾ ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഇറങ്ങുകയുമാണ് ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഈ IT സ്റ്റോക്കിലെ ബൈയും അതുപോലെ എക്സ്പയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കോൾ റൈറ്റേഴ്സ് റിക്കവർ ചെയ്തതും, അതായത് അവരുടെ ഷോർട്ട് പൊസിഷൻ കവർ ചെയ്തതും ക്രൂഡ് ഓയിലിന്റെ പ്രൈസ് ഉണ്ടാകുന്ന ചില ഫ്ലക്ച്വേഷൻ അനുസരിച്ചാണ് ഇന്നലെ മാർക്കറ്റ് വീണ്ടും ഒരു 100 പോയിന്റ് പ്ലസിലേക്ക് ഇന്നലെ ക്ലോസ് ചെയ്യാൻ ഇടയാക്കിയത്. അതുപോലെ മറ്റു ന്യൂസുകൾ നോക്കിയാൽ ഇന്നിപ്പോൾ വെനസ്വേലൻ ആക്ടിംഗ് പ്രസിഡന്റ് ഇന്ത്യ വിസിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ എനർജിയായിട്ട് ബന്ധപ്പെട്ട ചില കരാറുകൾ ഇന്ന് ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇന്ന് വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട ഡേറ്റാസ് സർവീസ് PMI ഡേറ്റയാണ്. അത് ഇന്ത്യയുടെ ഒരു 10:30 വരും. അതുപോലെ തന്നെ യൂറോപ്പ്, UK, ജർമ്മനി, ഫ്രാൻസ്, വൈകുന്നേരം USA ഫാക്ടറി ഔട്ട്പുട്ട് ഡേറ്റയും ഇന്ന് വരും. ഇപ്പോൾ സർവീസ് PMI ഡേറ്റയാണ് ഇന്ന് പുറത്തുനിന്ന് വരാനുള്ള മേജർ ഡേറ്റ. അപ്പോൾ ഇനി ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം CLSAയുടെ ഒരു റിപ്പോർട്ട് വന്നിരുന്നു. AI വന്നത് IT കമ്പനികൾക്ക് ഒരു ഭീഷണിയാവില്ല. അതായത് ഈ സോഫ്റ്റ്വെയർ സർവീസ് കമ്പനികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രൈസിംഗ് പവർ കാര്യമായ വ്യത്യാസം വരില്ല എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. അത് IT സെക്ടറിന് അല്പം പോസിറ്റീവാണ്. എന്നാൽ ഇന്നലെ അമേരിക്കയിൽ IT കമ്പനികളുടെ ടാർഗറ്റ് ഒക്കെ ആക്സിജർ പോലുള്ള കമ്പനിയുടെ ടാർഗറ്റ് കട്ട് ചെയ്ത് ഒരുപക്ഷെ IT കമ്പനിയെ ബാധിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ ലെബനോണിലേക്കുള്ള ആക്രമണം താൽക്കാലികമായും നിർത്തിവെക്കാൻ സാധിച്ചത്. അതുപോലെ തന്നെ വീണ്ടും ഈ മറ്റു ചർച്ചകൾ, നെഗോസിയേഷൻ തുടരുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു മൗനമാണ് ഇപ്പോൾ വരുന്നത്. എന്നാൽ ഇടയ്ക്കിടയ്ക്ക് കുവൈറ്റിലോട്ടൊക്കെ ആക്രമണം നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അൺസർട്ടനിറ്റി നിലനിൽക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. അതുപോലെ നോമുറ ഇന്ത്യയുടെ ടാർഗറ്റ് 2027 ഏതാണ്ട് 25,900 നിഫ്റ്റിയുടെ ടാർഗറ്റ് ഫിക്സ് ചെയ്യുന്നത്. ഒരു ഡാറ്റാ സെന്റർ കമ്പനികളൊക്കെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുമെന്നുള്ള രീതിയിലുള്ള ഒരു റിപ്പോർട്ടാണ് നൽകിയിരിക്കുന്നത്. CG പവർ, GE വർണ്ണവ, അതുപോലെ സിമെന്റ് സെക്ടേഴ്സ്, പവർ സെക്ടേഴ്സ്, എനർജി സെക്ടേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുമെന്നാണ് പറയുന്നത്. ഡാറ്റാ സെന്റർ ആയിട്ട് ബന്ധപ്പെട്ട 2 കമ്പനികളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. അവരുടെ റിപ്പോർട്ടിലുള്ള കമ്പനികളുടെ പേരാണ് പറഞ്ഞത്. അതുപോലെ NHPC അവരുടെ OFS വഴി സർക്കാർ അവരുടെ സ്റ്റേക്ക് വിൽക്കുന്നുണ്ട്. 3% ആണ് ടാർഗറ്റ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകൾ. സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിനം ആശംസിക്കുന്നു. താങ്ക് യു.